ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ ചിലതിനോട് നോ പറയുന്നു. എല്ലാത്തിനും കൂടെ നമുക്കുള്ളതല്ല. നമ്മൾ ദൈവവൈദ്യനാണ്. ചിലത് നമുക്ക് വേണ്ട, ചില ബന്ധം നമുക്ക് വേണ്ടതല്ല, ചില ഇടപാടുകൾ നമ്മളെ കൊണ്ട് ശരിയാക്കുന്നത് നമുക്ക് പറ്റുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തെ, ആത്മീയ അനുഭവത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. ഇവരൊരു തീരുമാനമെടുത്തു, ഞങ്ങൾക്കത് വേണ്ട. അപ്പൊ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാൻ വിശുദ്ധ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷന് ജീവിതത്തിൽ സമർപ്പിച്ചവനാണ് ദാനിയേൽ. അപ്പൊ കാര്യങ്ങൾ നോക്കുന്നവരോട് കാര്യം പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യും. ശരിയാ, നീ പറഞ്ഞ ശരിയാ. 10 ദിവസം ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചു. ഞങ്ങള് ശബദാർപ്പണം കഴിക്കാന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ we give some vegetable and water. ഞങ്ങൾ കുറച്ച് വല്ല വെജിറ്റബിളും എല്ലാം തന്നു. ഞങ്ങൾ ഇച്ചിരി വെള്ളവും കുടിച്ചു, അവിടെ കിടന്നോളാം. 10 ദിവസം ഞങ്ങളെ എന്ത് ചെയ്യേ പരീക്ഷിക്കും. എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇനി ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഒരു അപ്പം ദാനിയേൽ ഒരു കാര്യം, ദൈവത്തിന് വേണ്ടി, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, മറ്റെന്തിനും വേർപാടിന് വേണ്ടി ഞാൻ നിന്നാൽ അസാധാരണമായി വിടുതൽ ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് 10 ദിവസം അവരെ പരീക്ഷിച്ചു. 15-ാമത്തെ വാക്ക് ശ്രദ്ധിച്ചേ. 15-ാമത്തെ വാക്ക്, 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വരുന്ന സകല ബാലന്മാരുടെ അഴകുള്ളത്, അവർ മാംസപുഷ്ടിയുള്ളവരും എന്നും കണ്ടു. 10 ദിവസം കഴിഞ്ഞപ്പോ ഇതുവരെയും രാജഭോജനം കഴിച്ച് ജീവിക്കുന്നവരെക്കാൾ ഹല്ലേലൂയ അവർ അഴകുള്ളവരും മാംസം പുഷ്ടിയുള്ളവരായി കണ്ടു. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ചില വില കൊടുത്ത് നിന്നാൽ സൂപ്പർ നാച്ചുറൽ വിടുതൽ നിന്റെ ജീവിതത്തിൽ